വെൽക്കം ബാക്ക്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. വലിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവം കൂടി ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറേ ഉലുവ ചേർത്തരുത്, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ടൊരു സവാളം കൂടെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഉള്ളി. ഇനി അതിന് ശേഷം ഇവിടെ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ മീൻകറിക്ക് എടുക്കുന്ന ആ അളവിൽ തന്നെ എടുത്താൽ മതി. ഞാനിവിടെ ഒരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പിനായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് നിറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് അളവ് നോക്കിയിട്ടൊന്ന് മുളക് അനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടി പിടിക്കാണ്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടിയും ചേർക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മീൻ വേവണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഈ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ ഉള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.